യുഎസിലെ ട്രംപ് യുഗം പ്രസംഗത്തിന്റെ തുടക്കത്തിൽ തന്നെ ജോ ബൈഡനെ രൂക്ഷമായി വിമർശിച്ച ട്രംപ് നിർണായക തീരുമാനങ്ങളും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അനധികൃത കുടിയേറ്റം തടയാൻ നടപടികൾ കർശനമാക്കുമെന്ന് പ്രഖ്യാപിച്ച ട്രംപ് ട്രാൻസ്ജെൻഡർ വിഭാഗങ്ങൾ ഉൾപ്പെടെയുള്ളവരെ നിരാകരിച്ചു. വിശദാംശങ്ങളുമായി ഇപ്പോൾ യുഎസ് പ്രതിനിധി ജോസ് കടാപ്പുറം കൂടി ചേരുകയാണ്. ശ്രീ ജോസ് കടാപ്പുറം, അതായി സൂചിപ്പിച്ചതുപോലെ തന്നെ ഇനിയൊരു ട്രംപ് യുഗമാണ്. വലിയ തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ അടക്കം നടത്തിക്കൊണ്ടാണ് ട്രംപിന്റെ ഒരു രണ്ടാം വരവെന്ന് പറയാം. തീർച്ചയായും ഇത്തരത്തിൽ അധികാരത്തിലേക്ക് എത്തുമ്പോൾ ഈ പ്രഖ്യാപനങ്ങളൊക്കെ തന്നെ വലിയ തരത്തിലുള്ള ചർച്ചയിലേക്കൊക്കെ തന്നെ നയിക്കും. ജോസ്, അതെ, ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത ശേഷം പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തിയ പ്രസംഗത്തിൽ ഇത് വിമോചന ദിനമാണെന്ന് പ്രഖ്യാപിച്ചു. കോമൺ സെൻസ് വിപ്ലവത്തിൽ അമേരിക്കയുടെ സുവർണകാലം ഇപ്പോൾ ആരംഭിക്കുന്നു, പുതിയ പ്രസിഡന്റ് പറഞ്ഞു. 72-കാരനായ ട്രംപ് തന്റെ തുടർച്ചയായ രണ്ടാമത്തെ ടേം ആരംഭിച്ച ക്യാപിറ്റോൾ റോട്ടുണ്ടയിൽ നടന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ 600ഓളം അതിഥികളാണ് ഇന്ന് പങ്കെടുത്തത്. കടുത്ത തണുപ്പ് കാരണം പരിപാടി ക്യാപിറ്റലിലേക്ക് മാറ്റുകയായിരുന്നു. വൈസ് പ്രസിഡന്റ് JD വാൻസാണ് ആദ്യം സത്യപ്രതിജ്ഞ ചെയ്തത്, പിന്നാലെ ട്രംപും. മുൻ പ്രസിഡന്റ് എബ്രഹാം ലിങ്കന്റെയും തന്റെ മാതാവിന്റെയും ബൈബിളുകൾ കയ്യിലേന്തിയാണ് ട്രംപ് സത്യവാചകം ചൊല്ലിയത്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ജോൺ റോബർട്ട്സ് ട്രംപിന് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. സ്ഥാനമൊഴിയുന്ന പ്രസിഡന്റ് ബൈഡൻ ഉടൻ തന്നെ ട്രംപിനെ ഹസ്തദാനം ചെയ്തു. വൈസ് പ്രസിഡന്റ് കമല ഹാരിസും പങ്കെടുത്തു. ഗൂഗിൾ CEO സുന്ദർ പിച്ചെ, ആമസോൺ CEO ജെഫ് ബെസോസ്, ടിക്ടോക്ക് CEO ഷോ ചു, സ്പേസ് എക്സ്, ടെസ്ല എന്നിവയുടെ സിഇഒയും എക്സ് ഉടമയുമായ എലോൺ മസ്ക് എന്നിവർ വിശിഷ്ടാതിഥികളായി പങ്കെടുത്തു. ന്യൂയോർക്ക് സിറ്റി മേയർ എറിക് ആഡംസ്, പോഡ്കാസ്റ്റർ ജോ റോഗൻ, ഇങ്ങനെ വലിയ ബിസിനസ് കോർപ്പറേറ്റുകൾ ഉൾപ്പെടെ അർജന്റീനയുടെ പ്രസിഡന്റ് ജാവിയർ മിലിയും പങ്കെടുത്തു. മുൻ പ്രസിഡന്റുമായ ബരാക് ഒബാമ, ജോർജ് ബുഷ്, ബിൽ ക്ലിന്റൺ, മുൻ പ്രഥമ വനിത ഹിലാരി ക്ലിന്റൺ എന്നിവരും സന്നിഹിതരായിരുന്നു. മുൻ വൈസ് പ്രസിഡന്റ് മൈക്ക് പെൻസും ഭാര്യയില്ലാതെ എത്തിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ 250 വർഷത്തെ ചരിത്രത്തിലെ ഏതൊരു പ്രസിഡന്റിനേക്കാളും താൻ പരീക്ഷിക്കപ്പെടുകയും വെല്ലുവിളിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ടെന്ന് ട്രംപ് പറഞ്ഞു. താൻ ധാരാളം കാര്യങ്ങൾ പഠിച്ചു. നമ്മുടെ റിപ്പബ്ലിക് വീണ്ടെടുക്കാനുള്ള യാത്ര എളുപ്പമുള്ള ഒന്നല്ല, ട്രംപ് പ്രസംഗത്തിൽ പറഞ്ഞു. നമ്മുടെ ലക്ഷ്യം നേടാൻ തടയാൻ ആഗ്രഹിക്കുന്നവർ എൻ്റെ സ്വാതന്ത്ര്യം കവർന്നെടുക്കാൻ ശ്രമിച്ചു. തീർച്ചയായും എൻ്റെ ജീവൻ അപഹരിക്കാൻ ശ്രമിച്ചു. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് മനോഹരമായ പെൻസിൽവാനിയ വയലിൽ ഒരു കൊലയാളിയുടെ വെടിയുണ്ട എൻ്റെ ചെവിയിലൂടെ തുളച്ചു കയറി. പക്ഷെ എൻ്റെ ജീവൻ രക്ഷിക്കപ്പെട്ടത് ഒരു കാരണത്താലാണെന്ന് എനിക്ക് അപ്പോൾ തോന്നി. ഇപ്പോൾ അതിൽ കൂടുതൽ ഞാൻ വിശ്വസിക്കുന്നു. അമേരിക്കയെ വീണ്ടും മഹത്തരമാക്കാൻ ദൈവം എന്നെ രക്ഷിച്ചതായി ട്രംപ് പ്രസംഗത്തിലൂടെ പറഞ്ഞു. ഇന്നു മുതൽ നമ്മുടെ രാജ്യം അഭിവൃദ്ധി പ്രാപിക്കുകയും ലോകമെമ്പാടും വീണ്ടും ബഹുമാനിക്കപ്പെടുകയും ചെയ്യുന്ന കാലം വരാൻ പോകുന്നു. എല്ലാ രാഷ്ട്രങ്ങളുടെയും അസൂയ നമ്മളായിരിക്കും ഇനി മുതൽ. ഇനി അമേരിക്കയെ മുതലെടുക്കാൻ ആരെയും അനുവദിക്കില്ല. ട്രംപ് ഭരണകൂടത്തിന്റെ ഓരോ ദിവസത്തിലും ഞാൻ അമേരിക്കയെ ഒന്നാമതെത്തിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്യുന്നു. നമ്മുടെ പരമാധികാരം വീണ്ടെടുക്കപ്പെടും, നമ്മുടെ സുരക്ഷ പുനഃസ്ഥാപിക്കപ്പെടും, നീതിയുടെ തുലാസുകൾ പുനഃസന്തുലിതമാക്കപ്പെടും. നീതിന്യായ വകുപ്പിന്റെയും നമ്മുടെ സർക്കാരിന്റെയും ക്രൂരവും ആക്രമാസക്തവുമായ അന്യായമായ ആയുധവൽക്കരണം അവസാനിപ്പിക്കും. അഭിമാനവും സമൃദ്ധിയുമുള്ള സ്വതന്ത്രമായ ഒരു രാഷ്ട്രം എന്നതായിരിക്കും ഇനി അമേരിക്കയുടെ മുൻഗണന. അമേരിക്ക ഉടൻ തന്നെ മുമ്പത്തേക്കാൾ വലുതും ശക്തവും വ്യത്യസ്തവുമാകാൻ പോകുന്നതായി ട്രംപ് സൂചിപ്പിച്ചു. അനധികൃത കുടിയേറ്റം തടയുന്നതിനായി വിപുലമായ എക്സിക്യൂട്ടീവ് ഉത്തരവുകൾ ട്രംപ് ഇന്ന് തന്നെ പുറപ്പെടുവിക്കുമെന്ന് സൂചന നൽകി. അഭയാർത്ഥികൾക്കായി മെക്സിക്കോയിൽ തന്നെ തുടരുക എന്ന നയം പുനഃസ്ഥാപിക്കും. ആഭ്യന്തര ഊർജോൽപാദനം വർദ്ധിപ്പിക്കുക, രാഷ്ട്രീയ പ്രശ്നങ്ങൾക്കുള്ള സർക്കാർ സെൻസർഷിപ്പ് തടയുക എന്നിവയും ഉണ്ടാവും. ആത്മവിശ്വാസത്തോടെയും ശുഭാപ്തി വിശ്വാസത്തോടെയുമാണ് ഞാൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മടങ്ങുന്നത്. മാറ്റത്തിൻ്റെ ഒരു വേലിയേറ്റം രാജ്യം മുഴുവൻ തുടങ്ങിയാണ്. ലോകമെമ്പാടും സൂര്യപ്രകാശം ചൊരിയുന്നു. മുമ്പൊരിക്കലുമില്ലാത്ത വിധം ഈ അവസരം പ്രയോജനപ്പെടുത്താൻ അമേരിക്കയ്ക്ക് അവസരമുണ്ട്, ട്രംപ് തൻ്റെ പ്രസംഗത്തിൽ പറഞ്ഞു. നമ്മൾ നേരിടുന്ന വെല്ലുവിളികളെക്കുറിച്ച് നമ്മൾ സത്യസന്ധരായിരിക്കണം. ഇന്ന് നമ്മുടെ സർക്കാർ വിശ്വാസത്തിൻ്റെ പ്രതിസന്ധി അഭിമുഖീകരിക്കുന്നു. വർഷങ്ങളായി നമ്മുടെ പൗരന്മാരിൽ നിന്ന് സ്ഥാപിത താല്പര്യക്കാരും അഴിമതിക്കാരുമായ ഒരു പറ്റം പേർ അധികാരവും സമ്പത്തും പിടിച്ചെടുത്തു. സ്വന്തം നാട്ടിൽ ചെറിയ പ്രതിസന്ധി പോലും കൈകാര്യം ചെയ്യാൻ കഴിയാത്ത ഒരു സർക്കാരാണ്
നമുക്ക് ഉണ്ടായിരുന്നത്. അതേസമയം വിദേശത്ത് ദുരന്ത സംഭവങ്ങളിൽ ഇടറി വീഴുന്നു. അമേരിക്കൻ പൗരന്മാരെ സംരക്ഷിക്കുന്നതിൽ അവർ പരാജയപ്പെട്ടു. പക്ഷേ ലോകമെമ്പാടുമുള്ള ജയിലുകളിൽ നിന്നും മാനസിക സ്ഥാപനങ്ങളിൽ നിന്ന് അപകടകരമായ കുറ്റവാളികൾക്ക് അഭയവും സംരക്ഷണവും നൽകുന്നു എന്നുള്ളത് മറ്റൊരു കാര്യം. സ്വന്തം ജനങ്ങളെ സംരക്ഷിക്കാൻ വിസമ്മതിക്കുന്ന ഒരു സർക്കാരായിരുന്നു ഇതുവരെ നമുക്കുണ്ടായിരുന്നത്. തീപിടുത്തങ്ങൾ വീടുകളിലും സമൂഹങ്ങളിലും പടരുന്നു. നമ്മുടെ രാജ്യത്തെ ഏറ്റവും ധനികരും ശക്തരുമായ ചില വ്യക്തികളെ പോലും ബാധിക്കുന്നതായി നമുക്ക് അറിയാം. അവരിൽ ചിലർ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നു. അവർക്കിനി വീടില്ല. ഇത് സംഭവിക്കാൻ നമുക്ക് അനുവദിക്കാനാവില്ല. അത് മാറാൻ പോകുന്നു. അമേരിക്ക പൂർണ്ണമായും ഒരു സ്വതന്ത്ര റിപ്പബ്ലിക്കായി പ്രവർത്തിക്കും. മാത്രമല്ല, അന്യരാജ്യങ്ങൾക്ക് കൂടുതൽ അവസരമുണ്ടാകുന്ന കാര്യങ്ങളിൽ നിന്ന് അമേരിക്ക പിന്മാറും. ജനങ്ങൾക്ക് അവരുടെ വിശ്വാസം, സമ്പത്ത്, ജനാധിപത്യം എന്നിവ തിരികെ നൽകുന്നതിനുള്ള ഒരു നിയോഗമാണ് എൻ്റെ ഈ തെരഞ്ഞെടുപ്പ്. ഈ നിമിഷം മുതൽ അമേരിക്കയുടെ പതനം അവസാനിക്കുകയാണ്. ട്രംപിന്റെ ക്യാബിനറ്റ് സെക്രട്ടറി നോമിനികളും വൈറ്റ് ഹൗസ് ചീഫ് ഓഫ് സ്റ്റാഫ് സൂസി വൈൽസ് ഇരു പാർട്ടികളെയും കോൺഗ്രസ് അംഗങ്ങളും ട്രംപ് കുടുംബത്തിലെ അംഗങ്ങളും ഉൾപ്പെടെ ഈ സത്യപ്രതിജ്ഞയിൽ പങ്കെടുത്തവരായുണ്ട്. ചുരുക്കത്തിൽ ഇന്നത്തെ സത്യപ്രതിജ്ഞ ശേഷം എടുക്കുന്ന എക്സിക്യൂട്ടീവ് തീരുമാനങ്ങൾ ആകമാനം 3-4 കാര്യങ്ങളെ ബേസ് ചെയ്തുള്ളതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഊർജോൽപാദനത്തിൽ കൂടുതൽ രീതികൾ കൊണ്ടുവരിക, അതുപോലെ തന്നെ ഇല്ലീഗൽ ഇമിഗ്രൻസിൻ്റെ കാര്യത്തിൽ ഉടനെ ഒരു ഡിപ്പോർട്ടേഷൻ നടപ്പാക്കാൻ തീരുമാനിക്കുകയാണ്. നാളെ തന്നെ അത് ആരംഭിക്കുന്നതാണ് കേൾക്കുന്നത്. പിന്നെ ചുരുക്കത്തിൽ ഇന്നത്തെ സത്യപ്രതിജ്ഞ ശേഷം എടുക്കുന്ന എക്സിക്യൂട്ടീവ് തീരുമാനങ്ങൾ ആകമാനം 3-4 കാര്യങ്ങളെ ബേസ് ചെയ്തുള്ളതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഊർജോൽപാദനത്തിൽ കൂടുതൽ രീതികൾ കൊണ്ടുവരിക, അതുപോലെ തന്നെ ഇല്ലീഗൽ ഇമിഗ്രൻസിൻ്റെ കാര്യത്തിൽ ഉടനെ ഒരു ഡിപ്പോർട്ടേഷൻ നടപ്പാക്കാൻ തീരുമാനിക്കുകയാണ്. നാളെ തന്നെ അത് ആരംഭിക്കുന്നതാണ് കേൾക്കുന്നത്. പിന്നെ വിദേശ ഉൽപ്പന്നങ്ങളുടെ നികുതിയിൽ വലിയ വർധനവുണ്ടാകുകയും അങ്ങനെ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് കൂടുതൽ പ്രാതിനിധ്യം ഉണ്ടാകുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഇദ്ദേഹം ഇന്ന് സത്യപ്രതിജ്ഞയിലൂടെ നമുക്ക് സൂചനയായി നൽകിയിട്ടുള്ളത്. ശരി ജോസ്, വ്യക്തമാണ്. ജോസ് സൂചിപ്പിച്ചതുപോലെ തന്നെ നിരവധി പ്രഖ്യാപനങ്ങൾ അടക്കം നടത്തിക്കൊണ്ടാണ് ട്രംപിന്റെ ഒരു രണ്ടാം വരവ്. ഞങ്ങളുടെ US പ്രതിനിധി ജോസ് കടാപ്പുറമാണ് വിവരങ്ങൾ നൽകിയത്.